കഴിഞ്ഞ ദിവസം വല്ലാതെ ഉയർന്നു കേട്ടൊരു വാർത്തയുടെ പുതിയൊരു ഡെവലപ്മെന്റ് ആണ്. വി കെ പ്രശാന്ത് MLA തിരുവനന്തപുരം ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയുമെന്നുള്ള വാർത്തയാണത്. ഓഫീസ് ഒഴിയാൻ ശാസ്തമംഗലം കൗൺസിലർ ശ്രീലേഖ ആവശ്യപ്പെട്ടത് വലിയ വിവാദമുണ്ടായിരുന്നു. കരാർ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഓഫീസ് ഒഴിയാനാണ് പ്രശാന്തിന്റെ തീരുമാനം. കൂടുതൽ വിവാദങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് MLAയുടെ വിശദീകരണം. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകാൻ. വിജിൻ, ഈ പ്രതിഷേധങ്ങളെല്ലാം നടന്നു, രാഷ്ട്രീയമായ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ പ്രശാന്ത് ആ ഓഫീസ് ഒഴിയുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. എന്തുകൊണ്ടാണ് പ്രശാന്തിന് ഒഴിയേണ്ടി വരുന്നത്? നൗഫൽ, അതായത് വലിയ വിവാദമായിരുന്നു. RC-ലേഖ കൗൺസിലർ ഓഫീസിന് സ്ഥലം പോരാ, അതുകൊണ്ട് MLA ഓഫീസ് ഒഴിയണം എന്നുള്ള ആവശ്യം ഉയർത്തുകയും അതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതികരണങ്ങളും MLA ഓഫീസിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ളവയൊക്കെ വലിയ തരത്തിലുള്ള വിവാദമായ വിഷയമാണ്. അതിനിടയിലാണ് മാർച്ച് മാസം വരെ നിലവിൽ കാലാവധി ഉണ്ടായിട്ടും ഓഫീസ് ഒഴിയാനുള്ള തീരുമാനത്തിലേക്ക് വട്ടിയൂർക്കാവ് MLA വി കെ പ്രശാന്ത് എത്തുന്നത്. ശാസ്തമംഗലത്താണ് നിലവിൽ ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്തായി ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഉള്ള മരുതക്കുഴിയിലാണ് പുതുതായി ഓഫീസ് വാടകയ്ക്ക് MLA എടുത്തിരിക്കുന്നത്. അവിടത്തേക്ക് ഉടൻ മാറും എന്നുള്ളതാണ് MLA നിലവിൽ അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും BJP കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഒരു കേട്ടുകേൾവിയില്ലാത്ത നിലയിൽ കഴിഞ്ഞ 7 വർഷമായി വി കെ പ്രശാന്ത് MLAയുടെ ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് ഈ ശാസ്തമംഗലത്താണ്. അത് കോർപ്പറേഷന്റെ ബിൽഡിംഗ് ആണ്. കോർപ്പറേഷൻ കൗൺസിലിന്റെ അനുമതിയോടുകൂടിയാണ് അവിടെ വി കെ പ്രശാന്ത് ഓഫീസ് തുടങ്ങുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തത്. അതിനിടയിലാണ് നേരത്തെ കൗൺസിലർ ആയിരുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്ന മുറി, അതായത് ഈ ബിൽഡിങ്ങിനോട് ചേർന്ന മുറിയാണ് നിലവിൽ ശാസ്തമംഗലം കൗൺസിലർമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ RC-ലേഖ കൗൺസിലർ ആയതിനു ശേഷമാണ് ആ മുറിയിൽ സൗകര്യം പോരാ, അതിൽ കൂടുതൽ സൗകര്യം തനിക്ക് വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വി കെ പ്രശാന്തിനെ തന്നെ നേരിട്ട് വിളിച്ച് ഓഫീസ് ഒഴിയണം എന്നുള്ള ആവശ്യം അറിയിക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം ഒഴിയാൻ തയ്യാറല്ല, കൃത്യമായ കരാറും ഒപ്പം തന്നെ വാടകയും ഒക്കെ നൽകിയാണ് ഓഫീസ് പ്രവർത്തിക്കുന്നതെന്ന കാര്യമൊക്കെ ആ ഘട്ടത്തിൽ വി കെ പ്രശാന്ത് MLA പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ വിവാദങ്ങളിലേക്ക് ഇനി കൂടുതൽ പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് മാർച്ച് മാസം വരെ കാലാവധി ഉണ്ടായിട്ടും താൻ ആ കെട്ടിടം ഒഴിയുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വി കെ പ്രശാന്ത് വ്യക്തമാക്കുന്നത്. മരുതൻകുഴിയിൽ നിലവിൽ കണ്ടെത്തിയ ഓഫീസിലേക്ക് ഉടൻ മാറുമെന്നും വി കെ പ്രശാന്ത് അറിയിക്കുന്നു. ശരി, അപ്പോൾ കൂടുതൽ വിവാദങ്ങൾക്കില്ല എന്ന് തന്നെയാണ് MLA വി കെ പ്രശാന്ത് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട്